അസ്സലാമു വലൈക്കും അസ്സലാം. ഞാൻ നാട്ടിൽ നിന്ന് ഇന്നലെ വന്നത്. ഞാൻ ഇന്നലെ വന്നപ്പോഴാണ് വിവരം അറിയുന്നത്. എന്ത് ചെയ്യാനാണ്, ടെൻഷൻ അടിക്കില്ല, എല്ലാം നമ്മളെ വീതിയാന്ന് വിചാരിച്ചാൽ മതി. പോക്ക് പെട്ടെന്നായി പോയി. സാരില്ല, നീ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ടെൻഷൻ അടിക്കല്ലേ, എല്ലാം വിധി അള്ളാന്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാനാ? ഉപ്പാക്ക് കുറച്ച് കട ഉണ്ടടാ. കട എത്ര കിട്ടും? അതൊക്കെ വീടിക്കോളാ, അതൊക്കെ വീടിക്കോള്. നീ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ എന്തായാലും ഓഫീസ് പോട്ടെ, സമയമായല്ലോ. നീ കുളിച്ച് മാറ്റി ഓഫീസിലേക്ക് പോവാ കേട്ടോ. ഒക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ. നീ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ വരാ. മജിദ് കാക്കാന്റെ മകനല്ലേ? എന്തൊക്കെയാ നിങ്ങളെ ബാപ്പര് 25,000 രൂപ തരാണ്ടായിരുന്നു. ഇങ്ങനെ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അതിങ്ങനെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടിട്ട് അങ്ങനെ വന്നേ ഞാൻ. പിന്നെ അപ്പൊ എങ്ങനെയാ നിങ്ങളെ ഇത്? ബാപ്പ നിങ്ങൾക്ക് 25,000 തരാനുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു ശരിക്കും. ബാപ്പാന്റെ കടങ്ങളൊക്കെ ഞാൻ കുറേ വീട്ടിയതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ ആരാന്ന് പോലും നമുക്ക് അറിയില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ പൈസ തരാം. പക്ഷെ അത് നിങ്ങൾ പറയുന്ന കളവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു മരണം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ അത് ഞാൻ പൊരുത്തപ്പെട്ട് തരില്ല. എന്റെ വാപ്പാക്ക് കബറിൽ സുഖമായിട്ട് കിടക്കാനാണ് സത്യം പറഞ്ഞാൽ ഈ കടങ്ങളൊക്കെ വീട്ടുന്നത്. പിന്നെ നിങ്ങളിപ്പം പറഞ്ഞത് കളവാണെങ്കിൽ നാളെ പിന്നെ നിങ്ങളെ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കബറിൽ സുഖമായിട്ട് കിടക്കാൻ പറ്റൂല. അത് നിങ്ങൾ ഓർക്കണം. ഏതായാലും നമുക്ക് 20,000 പൊരുത്തപ്പെടാം. ബാക്കി 5,000 കൊടുത്തിട്ട് ആ പൈസ സെറ്റിലാക്കാം. നിങ്ങൾക്ക് 25,000 അല്ല തരാനുള്ളത് പാപ്പ. പിന്നെ നിങ്ങൾക്ക് എന്തിനാ 20,000 ഒഴിവാക്കേണ്ട ആവശ്യം? എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ ബാപ്പ ശരിക്കും എനിക്ക് തരാനുള്ളത് 5,000 രൂപ മാത്രമേ. 25,000 ഞാൻ പറഞ്ഞത് എന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറഞ്ഞതല്ല. നിങ്ങളെ വർത്തമാനത്തിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു അത്. നാളെ ഞാനും കബറിലേക്ക് പോകേണ്ടതല്ലേ. ഇങ്ങനെ പല സ്ഥലത്തും നടക്കുകൊണ്ടിരിക്കുക. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5,000 തരാനില്ല, ഞാനിപ്പോ തരാം. പിന്നെ പാപ്പാന് കൊടുക്കാനില്ലത് ഞാൻ വീടുണ്ട്, ആവശ്യമുണ്ടല്ലോ. ക്ഷമിക്കണം. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഇവിടെ ഇപ്പൊ കളിച്ചാൽ പറയാം. ഇതൊരു അനുഭവം ആദ്യമായിട്ടില്ലേ? ഇതൊരു അനുഭവം ആദ്യമായിട്ട് തന്നെ. പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇനി മേലിൽ പരിപാടി നിങ്ങളുടെ ഒരു പരിപാടിയെ വേണ്ട.